ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യാൻ കർത്താവ്. മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവ് വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നവരുണ്ട് ഈശോ. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശോ. അവർക്കെല്ലാം തീരുമാനം എടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവ് നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്ത് ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിനെ സത്യം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിസ പ്രോസസ്സിംഗിൽ ഇരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല, ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി, ജോലിയും പോയി, വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല, കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാ നിങ്ങളുടെ കുരുക്കുകളെ, കെട്ടുകൾ നിങ്ങൾ വീണുപോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു. ശ്രുതികടേ മക്കളെ മുട്ടുന്നേ ആർദ്രതയോടെ പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്വർഗീയമായ നിമിഷമാണിത്. ചൊറി ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. പല്ലുകളുടെ ചുവടുകൾ ദ്രവിച്ചു പോവുകയും അടന്നു പോവുകയും ചെയ്യുന്ന രോഗമാണ്. കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കാലിൻ്റെ തള്ളവരുടെ താഴെ പാദത്തിൻ്റെ വെള്ളയിൽ അസ്ഥി ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. മൗനമായി പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് കൃപാസനത്തിന് മണ്ണിൽ മാതാവ് നിന്നെ കാല് ചവിട്ടിയത്? ആ ദൈവവേദലെ ആ വിഷയം ഇപ്പം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിക്കുക. ഞവണിക്കായപ്പോൾ ഒരു ചുരുണ്ടുപോയ ആൾക്കാരുണ്ട്. വീട്ടിലെന്തോ മരണം സംഭവിച്ചതിൻ്റെ പേരിൽ, എന്തോ ആക്ഷേപം സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങാത്ത വ്യക്തികളുണ്ട്. ഡിപ്രഷൻ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കാത്തവര്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവരെ, കരള് എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവ് മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി താമസിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസ്റ്റിലുണ്ട്, പക്ഷെ ലിസ്റ്റ് വിളിക്കുന്നില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഡേറ്റ് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്രയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്ര തടസ്സങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അക്കോമഡേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, ഇടത് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. പതിലൊക്കെ നീര് വന്നിട്ട് നീര് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചലിപ്പിക്കാനും അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് സമയത്ത് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ.
ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കേസ് കൊടുത്തിരിക്കുകയും വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. അലസിപ്പോയി കുടുംബബന്ധങ്ങൾ, അലസിപ്പോയി ഗർഭങ്ങൾ, അതിനുശേഷം മക്കളില്ലാത്ത അവസ്ഥകൾ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാமல் തീരുമാനം എടുക്കാൻ പറ്റാത്ത വിഷയത്തിൽ ജീവിതം ഇരുട്ടിൽ കുത്തി നിൽക്കുന്നവർ, അവർ ഈശോൻ്റെ നാമത്തിൽ ഞാൻ അവരെ അഴിച്ചു മാറ്റുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ നിന്ന് പനി, ആസ്മയും അതുപോലെ തന്നെ ക്ഷയരോഗങ്ങൾ, പതിലേക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികൾ, സ്രാവരോഗങ്ങൾ, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന സ്രാവരോഗങ്ങൾ കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. എൻ്റെ പേര് ജിബി ഐസക്ക്. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആയിരം കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാനിവിടെ 4ാം തവണയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2022 മാർച്ചിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോഴും ഉടമ്പടി പുതുക്കി ഉടമ്പടിയിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. 14 തവണ ഞാൻ ഉടമ്പടി പുതുക്കി 4ാം തവണയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന വലിയൊരു അനുഗ്രഹം, വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഒരു ബാങ്ക് ഫ്രീസായി പോയോ, വലിയൊരു കേസ് നടക്കുന്ന ഒരു ബാങ്ക് ഫ്രീസായി പോയ ആ ബാങ്കിൻ്റെ ഫ്രീസ് ഒഴിവാക്കി എൻ്റെ ക്യാഷ്, എൻ്റെ പണം എനിക്ക് തിരിച്ചു കിട്ടിയ ആ വലിയ ഒരു മഹത്തായ ഒരു അത്ഭുതത്തെക്കുറിച്ച് എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാൻ വന്ന് ഉടമ്പടി വെച്ച് ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി വസ്തുക്കൾ, അതായത് ഉപ്പ്, ഞാൻ ആ ബാങ്കിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ചുരുക്കി പറയാം, 2025 എല്ലാവർക്കും അറിയപ്പെടുന്ന വലിയൊരു കേസാണ് പാതി വില തട്ടിപ്പ്. അതായത് പകുതി വിലയ്ക്ക് വനിതകൾക്ക് 50% സബ്സിഡിയോട് കൂടിയിട്ട് സ്കൂട്ടർ കൊടുക്കുക. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞാനൊരു അയൽക്കൂട്ടത്തിൽ അംഗമാണ്. അപ്പോൾ അതിലൊരു ലിങ്ക് വന്നു. അത് പ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള ചുങ്കത്തറ എന്നുള്ള സ്ഥലത്തൊരു ചേട്ടൻ അത് NGOയിലേക്ക് അടച്ച് അങ്ങനെ സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞ് ഞാൻ അതിൽ ജനുവരി മാസം 2025 ജനുവരി 20 66,000 രൂപ പണം അടയ്ക്കുകയും അതിൽ ചേരുകയും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച തുടങ്ങിയപ്പോഴേക്കും വിവാദപ്രദമായ ഈ കേസ് പുറത്തു വന്നു. തട്ടിപ്പ് നടത്തി, ഇത് വലിയൊരു കള്ള തട്ടിപ്പായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അപ്പം തന്നെ ആ ചേട്ടനെ സമീപിച്ചു, എൻ്റെ ക്യാഷ് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അത് തരാൻ പറ്റില്ല, ബാങ്കിൽ ഇട്ടതല്ലേ, നമ്മളത് NGO എന്നുള്ള ഒരു സംഘടനയിലേക്ക് കൊടുക്കും, നമുക്കങ്ങനെ തിരിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട്, ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നൊരു സമയമായിരുന്നു, ഞാൻ അതിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുക്കൽ പോയി ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഒരു നിയോഗമാണ്, എൻ്റെ ക്യാഷ് ചേട്ടൻ തന്നെ അത് തിരിച്ചു തന്നിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ദൈവം അത് ചേട്ടനിലൂടെ അല്ലെങ്കിൽ അതിലെ വേണ്ട വ്യക്തികളിലൂടെ അത് എനിക്ക് ആ ക്യാഷ് തിരിച്ചു തന്നിരിക്കും എന്ന് ഞാൻ ആ ചേട്ടന് ഉറപ്പ് നൽകി. ഞാൻ പറഞ്ഞു, ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കാം, ജാമ്യം കിട്ടാതെ നടക്കുകയായിരുന്നു, ആയിക്കോട്ടെ ഞാൻ ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കാം, നിയോഗത്തിൽ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നെ അങ്ങനെ കൈയൊഴിഞ്ഞു, പൈസയും തന്നില്ല. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവസാനം ആ കേസ് കോടതിയിലെത്തി. അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഞാൻ എടക്കര സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു. പക്ഷേ ഞങ്ങൾ 10-200 പേരുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ച് മൊഴിയൊക്കെ എടുത്തു. പക്ഷേ കേസ് അങ്ങനെ വഴിക്ക് നടക്കുന്നു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അവസാനം മലപ്പുറത്ത് ക്രൈംബ്രാഞ്ച്, ഓരോ ജില്ലകളിലെ ക്രൈംബ്രാഞ്ചാണ് ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ അന്വേഷണം നടത്തുന്നു, മൊഴിയെടുക്കുന്നു. അങ്ങനെ ഞാൻ ആ സാറിനെ, ക്രൈംബ്രാഞ്ചിൻ്റെ മേലുദ്യോഗസ്ഥനെ പോയി കാണുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ക്യാഷ് ഇട്ടുപോയി, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് ഇങ്ങനെ ഇതായി എന്ന് പറഞ്ഞു, അവർ തരുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത്, ബാങ്ക് ഫ്രീസായി പോയി, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ പൈസയെല്ലാം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതാണ്, അവർ ഫ്രീസാക്കി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് സംസാരിച്ചു, സാറേ എനിക്ക് എന്തെങ്കിലും ആ ഒരു എമൗണ്ട്, ഞാൻ അടച്ച എമൗണ്ട് എനിക്ക് 66,000 രൂപ എനിക്ക് തിരിച്ചു തരണം, അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് ഫ്രീസായി കഴിഞ്ഞാൽ ഇത് വലിയൊരു കേരളത്തിലുടനീളം നടക്കുന്ന വലിയൊരു കേസാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, ഒന്നും ചെയ്യാൻ ഇപ്പം എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് തന്നെ മടങ്ങി നേരെ HDFC ചുങ്കത്തറ ബാങ്കിലേക്കാണ് ഞാൻ ഈ ക്യാഷ് ഇട്ടത്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു, ഈ ബാങ്കിൽ എൻ്റെ പൈസ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാഡം അതിനെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല, ഇത് ബാങ്ക് ഫ്രീസായി പോയത് വലിയൊരു കേസാണ്, എന്നാണോ ആ കേസ് തീരുന്നത് അന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ആ ബാങ്കിൻ്റെ മുൻപിൽ എൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി ഞാൻ ഇവിടെ വരുന്നത്, ഈ ബാങ്കിൽ വരുന്നത് എൻ്റെ ക്യാഷ് കൊണ്ടുപോകാനായിട്ടായിരിക്കും, അതിന് എൻ്റെ ദൈവം എനിക്ക് അനുമതി തരും, ബാങ്കിൻ്റെ ഫ്രീസ് ഒഴിവാക്കി തരുന്ന ഒരു മാതാവ് എനിക്കുണ്ട്, എൻ്റെ കൃപാസന മാതാവ്, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവിടുന്ന് ഞാൻ അവരുടെ മുമ്പിൽ അവരെല്ലാം എന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോന്നു. ഒരു 4 മാസം കഴിഞ്ഞു. ഞാൻ വീണ്ടും പോയി മലപ്പുറം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി സാറിനെ കണ്ടു. സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നോക്കാം, നിങ്ങൾക്ക് ഇത് കോടതിയിലെത്തിയാലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുള്ളൂ എന്ന്. അപ്പോൾ രണ്ടാമത് ചെന്നപ്പോൾ
ആ വ്യക്തിയുടെ ഓഫീസറുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു. ആദ്യം ചെന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതാണ്, ഇത് വലിയൊരു കേസാണ്, ഇത് നടക്കില്ല എന്ന്, ഇത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് രണ്ടാം തവണ ചെന്നപ്പോൾ പറഞ്ഞു, നോക്കാം, ഞങ്ങളൊരു ഈ കേസ് എല്ലാം ശരിയാക്കി കോടതിയിൽ ഫയൽ ചെയ്യും, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാം, അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഞാൻ മടങ്ങിപ്പോന്നു, വീണ്ടും പ്രാർത്ഥിച്ചു മാതാവിനോട്. ഞാൻ പൈസ കൊടുത്ത ആ ചേട്ടനെ വീണ്ടും വിളിച്ചു. ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോളുടെ 66,000-ൽ 20,000 രൂപ ഞാൻ ചെക്ക് മുഖേന തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മാതാവ് ഇടപെടുന്നുണ്ട്, എൻ്റെ ദൈവം, ജീവിക്കുന്ന ജീവനുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ടു. ആ വ്യക്തി അതുവരെ തരില്ല എന്ന് പറഞ്ഞ്, പൈസ ഇല്ല, ബാങ്ക് ഫ്രീസായി പോയി എന്നൊക്കെ പറഞ്ഞ വ്യക്തി 20,000 രൂപയുടെ ചെക്ക് എഴുതി എനിക്ക് ഒരു കടയിൽ ഏൽപ്പിച്ചു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് ബാക്കി ക്യാഷും കിട്ടണം, എൻ്റെ മാതാവ് നിങ്ങളെ കൊണ്ട് തരും, അത് നിങ്ങൾ തന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞു, ഒരു പേപ്പറിൽ എഴുതി ബാക്കി പൈസ നിങ്ങളുടെ അക്കൗണ്ടിലാണ്, എൻ്റെ കയ്യിലില്ല, ബാങ്ക് ഫ്രീസ് അവർ ഒഴിവാക്കി തരികയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് തരാം, തയ്യാറാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് ആ ലെറ്റർ തരാൻ പറഞ്ഞു. ലെറ്ററും തന്നു, ഞാൻ ഈ ചെക്കും വാങ്ങി എടുത്തു പോന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിനെ സമീപിച്ചു. എനിക്കിങ്ങനെ ഒരു ചെക്ക് തന്നു, 20,000 രൂപ തന്നു, ബാക്കി ഒരു പേപ്പറും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു നടപടി ഉണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾ കേസെല്ലാം മഞ്ചേരി കോർട്ടിൽ കൊടുക്കാൻ പോവുകയാണ്, നിങ്ങളൊരു വക്കീലിനെ വെച്ച് ജസ്റ്റ് ഒരു കേസ് അപ്ലൈ ചെയ്തോളൂ, നിങ്ങളുടെ ക്യാഷ് ഞാൻ വിടുവിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് വലിയൊരു 200 പേരിലധികം ഞങ്ങളുടെ നിലമ്പൂർ ഭാഗത്ത് തന്നെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ കേസുകൾ, വലിയൊരു വിവാദപ്രദമായ കേസാണിത്. കേരളത്തിലുടനീളം തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം വരെ നടക്കുന്നൊരു വലിയൊരു കേസാണ്. എന്നാൽ ഇത് കോർട്ടിലെത്തി ബാങ്ക് ഫ്രീസായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഫ്രീസ് ഒഴിവാവില്ല. ഈ വർഷങ്ങളെടുത്ത് ഇത് തീർന്നതിന് ശേഷമാണ് നമ്മുടെ ക്യാഷ് കിട്ടുള്ളൂ. അത് ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും. എന്തായാലും എൻ്റെ മാതാവിന് ശക്തിയുണ്ട്. ക്രൈംബ്രാഞ്ച് പറഞ്ഞു, നിങ്ങൾ കേസ് ഫയൽ ചെയ്തോളൂ. എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഞാനൊരു വക്കീലിനെ കണ്ടു, 2,000 രൂപ കൊടുത്തു, വേഗം ഒരു കേസ് ഫയൽ ചെയ്തു. ഒരൊറ്റ സിറ്റിങ്ങിലൂടെ വക്കീൽ ഒരു അത്ഭുതം എന്നോട് പറഞ്ഞത്, നിൻ്റെ മാതാവിൻ്റെ ശക്തിയടി, ഒറ്റ തവണ കൊണ്ട് നീ അത് അവിടെ അവർ വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തവണ 2 തവണയും കൊണ്ടൊന്നും അവർ വരില്ല. ആ ക്രൈംബ്രാഞ്ച് ഓഫീസർ അവിടെ വന്നു, സാക്ഷ്യപ്പെടുത്തി, ഇവരുടെ ക്യാഷ് അതിലുണ്ട്, ഒരു കാരണവശാലും അത് പിടിച്ചു വെക്കാൻ പാടില്ല. നേരിട്ട് ബാങ്കിന് കോർട്ട് ഓർഡർ കൊടുത്തു. അവിടെ പറയുന്ന ആ മാത്യു എന്ന് പറയുന്ന ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല, വേറെ ആരുടെ ഒരു ആവശ്യമില്ല. മാതാവ് ആ വ്യക്തിയിലൂടെ, ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനിലൂടെ നേരിട്ട് കോർട്ട് ഓർഡർ എനിക്ക് ബാങ്കിലേക്ക് തന്നു. ഞാൻ ആ കോർട്ട് ഓർഡറുമായി ഈ കഴിഞ്ഞ മാസം HDFC ബാങ്കിൽ ചെന്നു. രണ്ടാമത് ഞാൻ അന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുക്കൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിച്ചു പോന്നു, ഇനി വരുന്നത് ഞാൻ ക്യാഷ് വാങ്ങാനായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, പേപ്പറുമായി ചെന്നപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടു. എന്താ മേഡം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ക്യാഷ് കോർട്ടിൻ്റെ ഓർഡറുണ്ട്, എൻ്റെ മാതാവ് എനിക്കത് അത്ഭുതം പ്രവർത്തിച്ചു തന്നു, ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന കോർട്ട് ഓർഡറാണ്, എൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവർ വേഗം ഇരിക്കാൻ പറഞ്ഞു. അതുവരെ എന്നോട് പറഞ്ഞ് എന്നെ പുറത്താക്കിയ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എനിക്കത് വാങ്ങി വെച്ചു, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ആ ക്യാഷ് എനിക്ക് തിരിച്ചു തന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധ അമ്മയിലൂടെ ഈ മഹത്വം, ഈ പരിശുദ്ധമായ ആലയത്തിൽ ഈ കൃപാസനം എന്ന് പറയുന്നത് തന്നെ ഈശോയെ മഹത്വപ്പെടുത്താനുള്ള, ഈശോയെ ശക്തിപ്പെടുത്താനുള്ള, ഈശോയുടെ വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള, നമ്മുടെ അത്ഭുത സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഒരു വേദിയാണ്. അത് പരിശുദ്ധമായി ജോസഫ് അച്ഛനിലൂടെ നമുക്ക് ഓരോരുത്തരിലേക്കും പങ്കുവെച്ച് തരികയാണ്. അച്ഛന് വേണ്ടി ഞാൻ ഇവിടെ സന്യസ്തരായ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ, അനേകായിരങ്ങളിലേക്ക് ഈ കൃപാസനത്തിൻ്റെ ശക്തി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാതാവിൻ്റെ
മാതാവിൻ്റെ ഒരു കാർഡ് അടിച്ച്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു കാർഡ് അടിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിലെ ഒരു അധ്യാപികയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പത്രം കൊണ്ടുപോയി ഓരോരുത്തരുടെ അടുക്കൽ നിന്ന് മാതാവിനെക്കുറിച്ച് വിശദമായി പറഞ്ഞ് മാതാവ് എന്താണ്, എൻ്റെ കൃപാസന മാതാവിൻ്റെ ശക്തി എന്താണെന്ന്, ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിത്തരുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ ഓരോന്നും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ അവർക്ക് സഹായിച്ച് ഭക്ഷണം കൊടുത്ത്, അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്ത ആഴ്ചയെ ഞാൻ ഇതുപോലെ ഒരു അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരും അറിയണം, നമ്മുടെ സൺഡേ സ്കൂൾ മക്കളും അറിയണം, ഇതുപോലെ കുഞ്ഞുങ്ങളെ, ഇതുപോലെ നമ്മൾക്കെല്ലാം അനുഗ്രഹം കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ പല വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. ആ ഈശോയ്ക്കും എൻ്റെ പൊന്നു തമ്പുരാനും എൻ്റെ പരിശുദ്ധ മാതാവിനും 1000 കോടാനുകോടി നന്ദി പറയുകയാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് പ്രിൻസി. ഞാൻ മഞ്ഞുമല ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എനിക്ക് 2020 ഭയങ്കരമായ നടുവേദന വന്നിട്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും ജോലി ചെയ്യാൻ പോകാനും ഒന്നിനും വയ്യാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് അത് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നടുവേദനയ്ക്ക് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇതിനൊക്കെ സർജറിയാണ്, MRI എടുത്ത്. അപ്പോൾ അതിൽ ഡിസ്കിന് ബൾജായിട്ട് നല്ല പെയിനും ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാനൊന്നും വയ്യ, കാലിങ്ങനെ മരവിച്ചൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ നടുവേദന ഒന്ന് കുറഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ച് ഞാൻ കൃപാസനത്തിൽ വന്നു. 2022 ഞാൻ ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാനിവിടെ നിന്ന് പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പയ്യെ എനിക്ക് നടങ്ങാൻ തുടങ്ങി. ഞാനപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ തൈലം എന്നും എൻ്റെ നടുവിലൊക്കെ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു മെഡിസിനും ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഞാൻ ജോലിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമായി. ഞാനും 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ ജോലി ചെയ്യാണ്ട് എനിക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വീടുമില്ല, ആകെ ഞാൻ വിഷമിച്ച്. അപ്പം ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് പാവങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിള്ളേരെ എന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് സ്ഥലവും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അങ്ങനെ ഞാൻ ജോലി സ്ഥലത്ത് ചെന്ന് സാറുമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, പ്രിൻസി അവിടെ വല്ലയിടത്തും സ്ഥലം ഉണ്ടെങ്കിൽ നോക്ക്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സ്ഥലം ജോലി സ്ഥലത്ത് ഒരു സാറ് വഴി വന്ന് കണ്ട് ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച്, അമ്മേ ഞാൻ 10 വർഷമായി പിള്ളേരെയും കൊണ്ട് വാടകയ്ക്ക് താമസിക്കാം, അപ്പോൾ എനിക്കൊരു ഭവനം സ്വന്തമായിട്ട് വേണം. അപ്പോൾ എനിക്ക് ഈ സ്ഥലം വാങ്ങാൻ അമ്മ മാതാവ് യേശുനാഥനും എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സാറ് വന്ന് കണ്ട് സ്ഥലം വാങ്ങിച്ച് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഈ ഡിസംബർ 2 എനിക്ക് പള്ളിയിൽ നിന്ന് വീട് വെച്ച് തന്ന് വെഞ്ചിരിച്ച് ഞാനും എൻ്റെ പിള്ളേരും അതിൽ താമസിച്ച്. അതിനെനിക്ക് സ്ഥലം വാങ്ങാൻ ഒരുപാട് പൈസ വേണമായിരുന്നു. ഞാനൊരു 2 സെൻറ്റ് സ്ഥലമാണ് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് 5 സെൻറ്റ് സ്ഥലം നൽകി അനുഗ്രഹിച്ച് 15 ലക്ഷം രൂപയോളം ആ സ്ഥലത്തിന് വിലയുണ്ടായിരുന്നു. അപ്പം അത് ഒരിക്കലും എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പലരുടെ സഹായത്താൽ എനിക്കത് വാങ്ങാൻ പറ്റി. എനിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ കുറവ് വന്നപ്പോൾ വേറൊരു സാറ് കടമായിട്ട് എന്നെ സഹായിച്ചെങ്കിലും ആ 5 ലക്ഷം രൂപ വേറൊരു ആൻറ്റി വഴി എനിക്കത് തിരിച്ചു കൊടുക്കാനും സാധിച്ചു. ഇതെല്ലാം അമ്മ മാതാവ് യേശുനാഥൻ തന്ന് അനുഗ്രഹിച്ചതാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ മരണം വരെ കോടാനുകോടി നന്ദി തിരുക്കുമാരനും അമ്മ മാതാവിനും പറഞ്ഞോളും. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളതുപോലെ രോഗികൾക്കൊക്കെ ഞാൻ കൊടുക്കും. പിന്നെയെന്ന് വെച്ചാൽ
പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഒരു ഫ്ലാറ്റിൽ ക്ലീനിങ്ങിൻ്റെ ജോലിക്കാണ് പോണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ജോലി അന്വേഷിച്ച് വരും. അപ്പോൾ ഞാൻ കുറേ വർഷമായി അവിടെ ജോലിക്ക് പോകണം. ആ പരിചയത്തിൽ അവർ പ്രിൻസി ചേച്ചിനോട് പറയുക, അപ്പോൾ ജോലി വാങ്ങിത്തരും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ജോലി വാങ്ങിക്കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും വന്ന് ചോദിക്കും, ഈ ഏജൻസിക്കാരോട് ജോലി ചോദിക്കണ പോലെ എല്ലാവരും വരും, പ്രിൻസി ചേച്ചി എനിക്കൊരു ജോലിയാക്കി തന്നോട്ടാ, എനിക്കൊരു ജോലിയാക്കി. എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കണേണ് എൻ്റെ മക്കളെയും നോക്കി. അപ്പം അതുപോലെ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ എന്നോർത്ത് ഞാൻ എൻ്റെ സമയമൊക്കെ കളഞ്ഞ് അവർക്ക് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ടായ പോലെ ഞാൻ സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു.